അച്ഛൻ സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ ബാലേട്ടൻ എന്ത് ചെയ്യുമായിരുന്നു? നിന്നെ വിളിച്ചിറക്കി കൊണ്ടുവരുമായിരുന്നു. ഞാൻ വന്നില്ലെങ്കിലോ? നിന്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കുമായിരുന്നു. അയ്യോ, അതെന്തിനാ? ഈ കണ്ണല്ലേ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയത്. എനിക്ക് ഇക്കയാണോ? Sorry. ഉടനെ പോയി വൈദ്യരെ കണ്ട് മരുന്ന് മേടിച്ചോണ്ട് വരണം, ഇല്ലെങ്കിൽ കാലത്ത് നീര് വെക്കും. എന്ത് പറ്റും മോളെ? അവളെ എടുത്ത് കട്ടിൽ കെടുത്തി ഒന്ന് കടയിൽ കൊടുക്കണേ. പതുക്കെ പതുക്കെ. പാവം കരഞ്ഞു കരഞ്ഞ് തളർന്നു. അവൾ ഉറങ്ങി. ഗീത അനങ്ങിയാൽ മോൾ ഉണരും. അവളിവിടെ കിടക്കട്ടെ, നീ മുറി പോയി കിടന്ന് ഉറങ്ങിക്കോ. മോനെ, ആ കഥ അടച്ചേക്കണേ. കാപ്പി. എന്ത് ചെയ്യാനാ, നല്ലൊരു ഫസ്റ്റ് നൈറ്റ് ആയിരുന്നു. അത് രസം പിടിച്ച് വന്നപ്പോഴേക്കും അതേ കയറി തേളിറക്കി. ഒന്ന് വേഗം എന്നിട്ട് റെഡിയാവോ, ഓഫീസിൽ പോണ്ട. ആ കേറിക്കേ. ഈ ബാഗ് പിടിച്ചേ. അമ്മേ, ഞാൻ കോളേജിൽ പോകുന്നു. പോയിട്ട് വാ മോളെ.
കാപ്പി. എന്താ ഇത് കിടക്കുന്നതൊക്കെ? അല്ല, ഇതാരാ? മോളെ, ഈശ്വര പിള്ളിക്കും കൂടെ ഒരു കാപ്പി. വേണ്ട മോളെ, എടുക്കണ്ട. ഞാനിപ്പോ കുടിച്ചതേ ഉള്ളൂ. ഈശ്വര പിള്ളി ഇപ്പൊ എവിടെയാ? ഞാൻ എന്റെ വീട്ടിൽ തന്നെയാ, അല്ലാണ്ട് എവിടെ പോകാനാ? അപ്പൊ അപ്പുറത്തെ ജോലി പോയത് തന്നെയല്ലേ? 3 ദിവസം രാപകലില്ലാതെ ഞാൻ ആ വരാന്തയിൽ കുത്തിയിരുന്നു. പുറത്തേക്ക് പോകുമ്പോഴും അകത്തേക്ക് വരുമ്പോഴും ഞാൻ മുമ്പിൽ ചെന്ന് തോന്നും. കൊച്ചമ്മ ഒന്ന് തിരിഞ്ഞു നോക്കണമല്ലോ. അവസാനം മടുത്തിട്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് പോന്നു. വല്ലാത്ത മനസ്സാ അല്ലേ? അതിനൊരു കാര്യമുണ്ട് മീനാക്ഷി അമ്മേ. ഈ ജീവപര്യന്തം ശിക്ഷിച്ചവരുടെയും തൂക്കുമരത്തി കയറ്റിയവരുടെയും കണ്ണീര് കണ്ട് കണ്ട് അവരുടെ മനസ്സ് പാറയായി പോയി. പാറയുണ്ടോ അലിയാൻ പോകുന്നു, അത് തല്ലിപ്പൊട്ടിക്കണം. എന്റെ ഗീതമോൾ അവിടെ എങ്ങനെ കഴിഞ്ഞു കൂടുന്നോ എന്തോ. അത് ബാലൻ കുഞ്ഞിന്റെ മിടുക്ക് പോലെ ഇരിക്കും. കുടിച്ചോ കുടിച്ചോ. കല്യാണം കഴിഞ്ഞ് ദിവസം കുറെ ആയില്ലേ? അവരെ 1-ാം വിരുന്നിന് കൊണ്ടുപോവുക എന്നൊരു ഏർപ്പാടുണ്ടല്ലോ, അതിനെന്നാണ് വരേണ്ടത്? 1-ാം വിരുന്നും 2-ാം വിരുന്നും അതൊക്കെ പഴയ ഏർപ്പാടല്ലേ? പഴയതാണെങ്കിലും അതൊക്കെ ഒരു ആവശ്യമാണെന്നാണ് എന്റെ അഭിപ്രായം. എനിക്ക് അഭിപ്രായമില്ല. കല്യാണം കഴിഞ്ഞു, അതോടെ എല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഇനി അങ്ങോട്ടിങ്ങോട്ടുള്ള ഈ പോക്കും വരെ ഒന്നും വേണ്ട. ബാലകൃഷ്ണന്റെ അഭിപ്രായം കൂടി ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ. മനുഷ്യ, അവനെ പ്രസവിച്ച ഞാനാ പറയുന്നത് ഈ വിരുന്നും കൊണ്ടുവന്ന് വേണ്ടാന്ന്. പിന്നെ അവന്റെ അഭിപ്രായം എന്തിനു അന്വേഷിക്കണം? അല്ല, അവർക്ക് വരാൻ താല്പര്യമാണെങ്കിൽ. എന്റെ മകന്റെ ഭാര്യ വീടാണെന്നും പറഞ്ഞ് അവൻ അവിടെ വരുന്നത് എനിക്ക് അപമാനമാണ്. ഞാൻ അവരെ അയക്കില്ല. മോളെ, ബാലകൃഷ്ണൻ എവിടെ? അകത്തുണ്ടച്ച. ഞാൻ വരട്ടെ? എല്ലാം ഞാൻ കേട്ടു. ഞാനിത് നേരത്തെ കണ്ടതാണ്, പറയുകയും ചെയ്തിരുന്നു. സാരല്ല, അമ്മ അറിയാതെ ഞങ്ങൾ വരാം. വേണ്ട, വരണ്ട. ഒളിച്ചു വരാൻ അത് രഹസ്യ വീടൊന്നുമല്ല. ഈ ജലോത്സവം കാണാൻ വന്നിട്ടുള്ള നിങ്ങൾക്ക് ഏവർക്കും നാട്ടാശ്ശേരി ബോട്ട് ക്ലബിന്റെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു.